അല്ലാഹു തആലയെ സംബന്ധിച്ച് പരിപൂർണമായും റബ്ബ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കൽ, അതാണ് അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കൽ. ക്ലിയർ അല്ലേ? ഇതുപോലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ മാത്സ് പഠിക്കുന്ന ഒരു കുട്ടിയെ സങ്കല്പിച്ചു നോക്കുക. മാത്തമാറ്റിക്സ് അല്ലേ, കണക്ക് പഠിക്കൂലേ? ആ കുട്ടിക്ക് എഞ്ചിനീയറിംഗിൽ മക്കൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ തൻ്റെ ഉസ്താദ് തൻ്റെ ടീച്ചർ കൊണ്ടുപോയി കൊടുത്തു, ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യേ എന്ന് പറഞ്ഞാൽ ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണെന്ന് സങ്കല്പിക്കുക. ഒരു 20-22 വയസ്സുകാരൻ പഠിക്കേണ്ടത് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് 2 കുട്ടികൾ സങ്കല്പിക്കുക. ഒരു കുട്ടി തിരിച്ചും മറിച്ചും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, ശരിയാവുന്നില്ല. ഉറക്കൊഴിച്ചിട്ട് എന്നിട്ട് പിന്നാലെ കൂടാൻ നടക്കണില്ല. 2 ദിവസമായിട്ടും അവനെ കൊണ്ട് ആവുന്നില്ല, പക്ഷെ അവൻ വിടുന്നില്ല. ഒരു കുട്ടി അങ്ങനെ. ഇപ്പുറത്തൊരു കുട്ടി, ടീച്ചർ ഇത് എനിക്ക് മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻ അല്ല, ഇത് നിങ്ങൾ വേറെ ആർക്കെയും കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് ആ കുട്ടി പറഞ്ഞാൽ ഈ 2 മക്കളിൽ ഏത് കുട്ടിക്ക് ആ ബുദ്ധിയുണ്ട് നിങ്ങൾ പറയാം? ആദ്യത്തെ കുട്ടിക്കാണോ രണ്ടാമത്തെ കുട്ടിക്കാണോ? രണ്ടാമത്തെ കുട്ടിക്ക്. എന്തുകൊണ്ട്? ഇതെനിക്ക് മനസ്സിലാവില്ല എന്ന് മനസ്സിലാവുന്നത് അറിവിൽപ്പെട്ട വലിയൊരു അറിവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന വിഷയങ്ങളിൽ അൽ അജ്സു അനിൽ ഇദ്റാഖി ഇദ്റാഖു, എനിക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായി എനിക്ക് ചിന്തിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല, എത്തും പിടിയും കിട്ടരുത്. അങ്ങനെയാണ് അള്ളാഹു ജല്ല ജലാലു. അതോ യുക്തിവാദികൾ പറയാം ഞങ്ങൾ പരിശോധിച്ച് നോക്കട്ടെ, ഞങ്ങളെ കൊണ്ട് ആവും നോക്കട്ടെ. നമുക്ക് സാധ്യമല്ലാത്ത തലം മനുഷ്യന്റെ ബ്രെയിനിന് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കൽ ഒരു ബുദ്ധിമാനിയുടെ അടയാളമാണ്.